സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. എനിക്കിന്നലെ വല്ലാത്തൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനതിന് യൂട്യൂബിനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം നമ്മളെ തെറ്റുകൾ ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ വലിയൊരു മനുഷ്യനാവുന്നത്. അല്ലാതെ നമ്മളെ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ ന്യായീകരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഫ്രൈഡേ. ഇപ്പം ഇന്ന് എല്ലാവരും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആൾക്കാരാവും എല്ലാവരും അധികം ഉള്ളത്. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണത്. ശരിക്കും നിങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കാറ് ദൈവത്തിൻ്റെ അടുത്ത്? എന്നിട്ട് നിങ്ങൾ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? അതാണ് ഞാനൊന്ന് ചോദിക്കുന്നത്. കാരണം എല്ലാവരും ധൃതി പിടിച്ചിട്ട് പള്ളിക്ക് പോവുകയാണ്. ഈ ധൃതി പിടിച്ചിട്ട് പള്ളിക്ക് പോകേണ്ട ആവശ്യം ദൈവം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സമാധാനം വഴി മാത്രം എൻ്റെ അരികിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ധൃതി പിടിച്ച് വരുന്നവനെ ദൈവം സ്വീകരിക്കില്ല, ഒരിക്കലും സ്വീകരിക്കില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ ധൃതി പിടിച്ചിട്ട് പള്ളി പോവുകയാണെന്ന് കേട്ടിക്കോ, ഒരിക്കലും അത് ദൈവം ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പോൾ നിങ്ങൾ ധൃതി പിടിച്ചിട്ട് പള്ളിയിൽ പോവാതെ നിങ്ങൾ സാവധാനം വഴി നിങ്ങളുടെ കാര്യങ്ങൾ ദൈവത്തിനോടല്ലാതെ നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ പറയാറുണ്ടോ? ആരെടുത്ത് പറഞ്ഞാലും നിങ്ങൾ അവസാനം എത്ര ദൈവത്തിൻ്റെ അടുത്ത് എടുക്കില്ലേ? അപ്പോൾ നിങ്ങൾ സാവധാനം വഴി പ്രാർത്ഥിക്കുക. ഒരു 10 മിനിറ്റ് വൈകിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അവിടെ ദൈവം വേറെ അവസരങ്ങൾ ഉണ്ടാക്കി തരും. അത് ആർക്കും അറിയാണ്ടാണ് എന്നറിയില്ല. പക്ഷേ അഹങ്കാരം കൊണ്ടാണ്. ശരിക്കും ഞാൻ പറയാം, അഹങ്കാരം. ഞാൻ ദൈവത്തെക്കാളും വലിയവനാണ് ഞാനെന്ന് വിചാരിച്ചാൽ പിന്നെ ദൈവത്തിന് എന്ത് സ്ഥാനമുള്ളത്? അപ്പോൾ ദൈവം അവിടെ മിണ്ടാതെ അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കും. അവിടെ അതാണ് ശരിക്കും ഉണ്ടാവണത്. ഇതെല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ ആരും അംഗീകരിക്കാൻ തയ്യാറല്ല. നമ്മളിപ്പോൾ ഒരാളിപ്പോൾ റോഡിലൂടെ വേണ്ടാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ അയാളെടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നമ്മുടെ അടുത്ത് തട്ടിക്കയറാൻ വരും. ഈ ആരാ പറയാൻ, ഈ ആരാ അത് നോക്കാൻ, അണക്ക് എൻ്റെ കാര്യം നോക്കിപ്പോയാൽ പോരെ. ഇതുകൊണ്ടാണ് നമ്മുടെ കേരളം എപ്പോഴും പിന്നോട്ട് പോണത്. ഒരിക്കലും നമ്മൾ മുന്നോട്ട് പോകണില്ലല്ലോ. മുന്നോട്ട് പോകുന്നുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ ഒക്കെ മുന്നോട്ടാണ് പോണത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും നമ്മൾ കേരളത്തിലെ എല്ലാവരും, ഏതൊരു വ്യക്തിയും അവരൊക്കെ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല. നിങ്ങൾ എഴുതുണ്ടാവും എനിക്ക് ഓരോ ദിവസം നല്ലതാണ് വരുന്നത്, നന്മകളാണ് വരുന്നത്. അല്ല, വെറും തെറ്റാണത്. പിന്നെ നമ്മൾ ഈ കാൽനട യാത്രക്കാരെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മളാണ് ഓടിക്കണത്, അവരല്ല. അവർ പോയി തട്ടിക്കഴിഞ്ഞാൽ അല്ല മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടന്ന് ഒരു ദിവസം അങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾ എന്തായാലും സൂക്ഷിച്ച് വാഹനം ഓടിക്കുക, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. നിങ്ങളുടെ ധൃതിയൊന്നും അവിടെ നടക്കില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ നിങ്ങൾ ഡ്രൈവർ മാത്രമാണ്. നിങ്ങൾ അവിടെ മന്ത്രിയാണോ? ദൈവത്തിന് പോലും അവിടെ ഡ്രൈവറായിട്ട് മാത്രമേ എല്ലാവരും കാണുള്ളൂ. അപ്പോൾ ദൈവം തമ്പുരാൻ വന്നിട്ട് ഒരു വണ്ടി കൊണ്ട് വരികയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അതോ അങ്ങനെ പറയാം, അതോ അവനോ, അപ്പോൾ അവിടെ ദൈവമല്ല. അതല്ല അതിന് ശരിക്കും വരുന്നത്.